നമസ്കാരം. ക്രിസ്ത്യൻ ലൈവ് വാർത്തകളിലേക്ക് സ്വാഗതം. IPC 102 കുമ്പനാട് കൺവെൻഷന് അനുഗ്രഹീത തുടക്കം. ബ്രിട്ടൻ അതിൻ്റെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ അഭിമാനിക്കണം. റീഫോം MP ഡാനി ക്രൂഗർ. പുതുവർഷത്തിൽ സുവിശേഷ സന്ദേശവുമായി NFL താരം ഹെൻഡേഴ്സൺ. JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. ക്രൈസ്തവ ക്ഷേമ പദ്ധതികൾ ആദ്യം നടപ്പാക്കാൻ നീക്കം. അഗപ്പെ ഗോസ്പൽ മിഷൻ 31ാമത് ജനറൽ കൺവെൻഷൻ ജനുവരി 28 മുതൽ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് മല്ലപ്പള്ളി സെൻറ്റർ കൺവെൻഷൻ ഫെബ്രുവരി 5 മുതൽ. IPC കർണാടക സ്റ്റേറ്റ് കൺവെൻഷൻ ജനുവരി 29 മുതൽ. IPC ആയൂർ സെൻറ്റർ 35ാമത് കൺവെൻഷൻ ജനുവരി 22 മുതൽ. IPC വടക്കാഞ്ചേരി സെൻറ്റർ കൺവെൻഷന് ജനുവരി 29 തുടക്കം കുറിക്കും. സയാനദീപം ദൈവസഭ 61ാമത് ജനറൽ കൺവെൻഷൻ ജനുവരി 15 മുതൽ. IPC 102 കുമ്പനാട് കൺവെൻഷന് അനുഗ്രഹീത തുടക്കം. IPC 102 കുമ്പനാട് കൺവെൻഷൻ അനുഗ്രഹീത തുടക്കം. വിശ്വാസികൾ സേവനത്തിനുള്ള മനസ്സും ക്രിസ്തുവിന്റെ സാക്ഷികളാകാൻ സമർപ്പണവുമുള്ളവരായിരിക്കണമെന്ന് IPC ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ വത്സൻ എബ്രഹാം. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ 102 കുമ്പനാട് ജനറൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാസ്റ്റർ ബേബി വർഗീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രാരംഭയോഗം പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ചു. പാസ്റ്റർ VJ തോമസ്, ജോൺ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. സിസ്റ്റർ സ്റ്റാർല ലൂക്ക്, കുൽദീപ് കൗർ, ബിനു തോമസ് എന്നിവർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും തിരുവചനം വായിച്ചു. കൺവെൻഷൻ പാട്ടുപുസ്തകം പാസ്റ്റർ തോമസ് ജോർജ് എബ്രഹാമിന് നൽകി പ്രകാശനം ചെയ്തു. പാസ്റ്റർമാരായ സണ്ണി കുര്യൻ, ഫിലിപ്പി തോമസ് എന്നിവർ പ്രാർത്ഥനയ്ക്കും സ്റ്റാൻലി ജോൺ സംഗീത ശുശ്രൂഷയ്ക്കും നേതൃത്വം നൽകി. ജനുവരി 18 നടക്കുന്ന സംയുക്ത സഭായോഗത്തോടെ കൺവെൻഷൻ സമാപിക്കും. ബ്രിട്ടൻ അതിൻ്റെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ അഭിമാനിക്കണം. റീഫോം MP ഡാനി ക്രൂഗർ. ബ്രിട്ടൻ അതിന്റെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ അഭിമാനിക്കണം എന്ന റിഫോം MP ഡാനി ക്രൂഗർ. ബ്രിട്ടൻ അതിന്റെ പൗരാണികവും സമ്പന്നവുമായ ക്രൈസ്തവ പാരമ്പര്യം വീണ്ടെടുക്കണമെന്ന് റിഫോം പാർട്ടി MP ഡാനി ക്രൂഗർ. പ്രീമിയർ ക്രിസ്ത്യാനിറ്റി മാഗസിന് വേണ്ടി ലിബറൽ ഡെമോക്രാറ്റ് MP ടിം ഫാരോണിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. കൺസർവേറ്റീവ് പാർട്ടിക്ക് രാജ്യത്തിന് ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് താൻ പാർട്ടി വിട്ടതെന്ന് ക്രൂഗർ പറഞ്ഞു. രാഷ്ട്രീയത്തിലെ ഉൾപോരുകൾ വിട്ട് ഭരണ സംവിധാനത്തിൽ സമൂലമായ പരിഷ്കാരം കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുടുംബ ബന്ധങ്ങൾക്കും പ്രാദേശിക സമൂഹങ്ങൾക്കും മുൻഗണന നൽകുന്ന ഒരു ഭരണക്രമമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുതുവർഷത്തിൽ സുവിശേഷ സന്ദേശവുമായി NFL താരം ഹെൻഡേഴ്സൺ. പുതുവർഷത്തിൽ സുവിശേഷ സന്ദേശവുമായി NFL താരം ഹെൻഡേഴ്സൺ. അമേരിക്കൻ ഫുട്ബോൾ താരം ട്രെവിയോൺ ഹെൻഡേഴ്സൺ തന്റെ വിശ്വാസം ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ട് പുതുവർഷത്തിൽ ശ്രദ്ധേയനായി. ന്യൂ ഇംഗ്ലണ്ട് പാട്രിയറ്റ്സിന്റെ യുവതാരമായ ഹെൻഡേഴ്സൺ ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചത്. ഒരാൾ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന വചനമാണ് അദ്ദേഹം തന്റെ ചിത്രങ്ങൾക്കൊപ്പം കുറിച്ചത്. കളിക്കളത്തിലെ വിജയങ്ങളെക്കാൾ പ്രധാനം ആത്മീയ ജീവിതമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം നൽകിയത്. തന്റെ ഔദ്യോഗിക X പ്രൊഫൈലിൽ യേശുക്രിസ്തുവിന്റെ അനുഗാമി എന്നാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. ക്രൈസ്തവ ക്ഷേമ പദ്ധതികൾ ആദ്യം നടപ്പാക്കാൻ നീക്കം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. ക്രൈസ്തവ ക്ഷേമ പദ്ധതികൾ ആദ്യം നടപ്പാക്കാൻ നീക്കം. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ക്രൈസ്തവ സംഘടനകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെബ്രുവരി 17 ചർച്ച നടത്തും. റിപ്പോർട്ടിലെ 220 ശുപാർശകൾ നടപ്പിലാക്കിയെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച വ്യക്തമായ പട്ടിക പുറത്തുവിടണമെന്നാണ് സഭാ നേതൃത്വത്തിന്റെ ആവശ്യം. ആരാധനാലയങ്ങളുടെ വൈദ്യുതി നിരക്ക് ഗാർഹിക വിഭാഗത്തിലേക്ക് മാറ്റുക. സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക. വൈദികർക്ക് പെൻഷൻ തുടങ്ങിയ ക്ഷേമപരമായ കാര്യങ്ങൾക്കാണ് സർക്കാർ ആദ്യഘട്ടത്തിൽ പ്രാധാന്യം നൽകുന്നത്. കൂടുതൽ പഠനം ആവശ്യമായ സംവരണ വിഷയങ്ങൾ ഈ ഘട്ടത്തിൽ പരിഗണിച്ചേക്കില്ല. ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷന്റെ പ്രവർത്തനം കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അഗപ്പെ ഗോസ്പൽ മിഷൻ 31ാമത് ജനറൽ കൺവെൻഷൻ ജനുവരി 28 മുതൽ. അഗപ്പെ ഗോസ്പൽ മിഷൻ 31ാമത് ജനറൽ കൺവെൻഷൻ ജനുവരി 28 മുതൽ നിലമ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഗപ്പെ ഗോസ്പൽ മിഷന്റെ 31ാമത് ജനറൽ കൺവെൻഷൻ ജനുവരി 28 ഫെബ്രുവരി 1 വരെ നിലമ്പൂർ അഗപ്പെ ഹിൽസിൽ നടക്കും. പാസ്റ്റർ PM അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർ അഭിമന്യു അർജുൻ,
പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ, പാസ്റ്റർ ഷിബു കെ മാത്യു, പാസ്റ്റർ തോമസ് ഫിലിപ്പ് വെൺമണി തുടങ്ങിയവർ പ്രസംഗിക്കും. ഡോക്ടർ കെ സി ചാക്കോ മുഖ്യ സന്ദേശം നൽകും. 130ഓളം വിദ്യാർത്ഥികളാണ് ഈ വർഷം ഗ്രാജുവേഷൻ ചെയ്യുന്നത്. ഇവാഞ്ചലിസം ബോർഡ് മീറ്റിംഗിൽ പാസ്റ്റർ കെ കെ മാത്യു പ്രസംഗിക്കും. അതുപോലെ സഹോദരി സമ്മേളനത്തിൽ ഡോക്ടർ ഷേർലി ജോർജ് സന്ദേശം നൽകും. യുവജന സമ്മേളനത്തിൽ പാസ്റ്റർ ആൻസൺ പി മാത്യു, പാസ്റ്റർ സജിത് തിരുവല്ല എന്നിവർ പ്രസംഗിക്കും. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് മല്ലപ്പള്ളി സെൻട്രൽ കൺവെൻഷൻ ഫെബ്രുവരി 5 മുതൽ. ഷാരൺ ഫെലോഷിപ്പ് ചർച്ച് മല്ലപ്പള്ളി സെൻട്രൽ കൺവെൻഷൻ ഫെബ്രുവരി 5 മുതൽ. ഷാരൺ ഫെലോഷിപ്പ് ചർച്ച് മല്ലപ്പള്ളി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 5 മുതൽ 8 വരെ ഷാരൺ ഫെലോഷിപ്പ് മല്ലപ്പള്ളി വെസ്റ്റ് ചർച്ച് ഗ്രൗണ്ടിൽ മല്ലപ്പള്ളി സെൻട്രൽ കൺവെൻഷൻ നടക്കും. പാസ്റ്റർ ജോൺ വി ജേക്കബ് ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർ മരായ ജോസഫ് കുര്യൻ, സജോ തോണിക്കുഴിയിൽ, ജോമോൻ ജെ, ഷിബു കെ മാത്യു എന്നിവർ പ്രസംഗിക്കും. മല്ലപ്പള്ളി സെന്റർ കൊയർ ഗാന ശുശ്രൂഷ നിർവഹിക്കും. IPC കർണാടക സ്റ്റേറ്റ് കൺവെൻഷൻ ജനുവരി 29 മുതൽ. IPC കർണാടക സ്റ്റേറ്റ് കൺവെൻഷൻ ജനുവരി 29 മുതൽ. ഇന്ത്യ പെന്തക്കോസ് ദേവസഭ കർണാടക സ്റ്റേറ്റ് 39ാമത് വാർഷിക കൺവെൻഷൻ ജനുവരി 29 മുതൽ ഫെബ്രുവരി 1 വരെ ഹൊറമാവ് അഗര. IPC ഹെഡ്ക്വാർട്ടേഴ്സ് ഗ്രൗണ്ടിൽ നടക്കും. പാസ്റ്റർ വർഗീസ് ഫിലിപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. IPC ദേശീയ പ്രസിഡന്റ് പാസ്റ്റർ ടി വത്സൻ ഏബ്രഹാം മുഖ്യാതിഥിയായിരിക്കും. കൺവെൻഷനിൽ പാസ്റ്റർമാരായ KV ജോസ്, വർഗീസ് മാത്യു, PP ജോസഫ്, സാം ജോർജ്, വിൽസൺ ജോസഫ്, PC ചെറിയാൻ, പാസ്റ്റർ ഡോക്ടർ അലക്സ് ജോൺ, പാസ്റ്റർ ഡോക്ടർ VP ജോസ്, പാസ്റ്റർ വിൻസെന്റ് അമൽദാസ്, പാസ്റ്റർ P ശാമുവേൽ എന്നിവർ പ്രസംഗിക്കും. പാസ്റ്റർ ടൈറ്റസ് ചാക്കോ മൈസൂരിന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ ക്വയർ ഗാന ശുശ്രൂഷ നിർവഹിക്കും. ഫെബ്രുവരി 1 ഞായറാഴ്ച നടക്കുന്ന സംയുക്ത ആരാധനയോടെ കൺവെൻഷൻ സമാപിക്കും. IPC ആയൂർ സെന്റർ 35ാമത് കൺവെൻഷൻ ജനുവരി 22 മുതൽ. 8. IPC ആയൂർ സെന്റർ 35ാം കൺവെൻഷൻ ജനുവരി 22 മുതൽ. IPC ആയൂർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വയക്കൽ ജംഗ്ഷൻ സമീപം ജനുവരി 22 മുതൽ 25 വരെ 35ാം കൺവെൻഷൻ നടക്കും. പാസ്റ്റർ സണ്ണി എബ്രഹാം ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർ മരായ വിൽസൺ വർക്കി, ജോസഫ് എബ്രഹാം, KJ തോമസ്, ഷാജി എം പോൾ, ബാബു തോമസ് തുടങ്ങിയവർ പ്രസംഗിക്കും. ആയർ സെന്റർ കൊയർ ഗാന ശുശ്രൂഷ നിർവഹിക്കും. IPC വടക്കാഞ്ചേരി സെൻട്രൽ കൺവെൻഷന് ജനുവരി 29 തുടക്കം കുറിക്കും. IPC വടക്കഞ്ചേരി സെൻട്രൽ കൺവെൻഷൻ ജനുവരി 29 തുടക്കം കുറിക്കും. IPC വടക്കഞ്ചേരി സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വാർഷിക സെൻട്രൽ കൺവെൻഷൻ ജനുവരി 29 മുതൽ ഫെബ്രുവരി 1 വരെ വടക്കഞ്ചേരി പ്രിയദർശിനി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള നാട്ടരങ്ങ് ഗ്രൗണ്ടിൽ നടക്കും. പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ, പാസ്റ്റർ റെജി മാത്യു, പാസ്റ്റർ PC ചെറിയാൻ, പാസ്റ്റർ ഡാനിയൽ കൊന്നുനിൽക്കുന്നതിൽ എന്നിവർ വചനപ്രഘോഷണം നടത്തും. സമർപ്പണ ശുശ്രൂഷ സെൻട്രൽ മിനിസ്റ്റർ പാസ്റ്റർ ജോസ് വർഗീസ് നിർവഹിക്കും. യോഗങ്ങളിൽ ഗാന ശുശ്രൂഷയ്ക്ക് ജസ്വിൻ ആൻഡ് ടീം നേതൃത്വം നൽകും. സായാഹ്നദീപം ദേവസഭ 61ാമത് ജനറൽ കൺവെൻഷൻ ജനുവരി 15 മുതൽ. സായാഹ്നദീപം ദേവസഭ 61ാം ജനറൽ കൺവെൻഷൻ ജനുവരി 15 മുതൽ 18 വരെ കരിക്കം ബഥേൽ ടാബർനാക്കിളിൽ 61ാം ജനറൽ കൺവെൻഷൻ നടക്കും. പാസ്റ്റർ ബിജു ജെ വർഗീസ് ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർ OT മാത്യു, പാസ്റ്റർ ഷാജി യോഹന്നാൻ, പാസ്റ്റർ ഷമീർ കൊല്ലം എന്നിവർ പ്രസംഗിക്കും. സായാഹ്നദീപം ഗായക സംഘം ഗാന ശുശ്രൂഷ നിർവഹിക്കും. IPC 102ാമത് കുമ്മനാട് കൺവെൻഷന് അനുഗ്രഹീത തുടക്കം. ബ്രിട്ടൻ അതിൻ്റെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ അഭിമാനിക്കണം. റീഫോം MP ഡാനി ക്രൂഗർ. പുതുവർഷത്തിൽ സുവിശേഷ സന്ദേശവുമായി NFL താരം ഹെൻഡേഴ്സൺ. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ക്രൈസ്തവ ക്ഷേമ പദ്ധതികൾ ആദ്യം നടപ്പാക്കാൻ നീക്കം. അഗപ്പെ ഗോസ്പൽ മിഷൻ 31ാമത് ജനറൽ കൺവെൻഷൻ ജനുവരി 28 മുതൽ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് മല്ലപ്പള്ളി സെൻട്രൽ കൺവെൻഷൻ ഫെബ്രുവരി 5 മുതൽ. IPC കർണാടക സ്റ്റേറ്റ് കൺവെൻഷൻ ജനുവരി 29 മുതൽ. IPC ആയൂർ സെൻറ്റർ 35ാമത് കൺവെൻഷൻ ജനുവരി 22 മുതൽ. IPC വടക്കാഞ്ചേരി സെൻട്രൽ കൺവെൻഷന് ജനുവരി 29 തുടക്കം കുറിക്കും. സായാഹ്നദീപം ദേവസഭ 61ാമത് ജനറൽ കൺവെൻഷൻ ജനുവരി 15 മുതൽ. ഈ ആഴ്ചയിലെ വാർത്തകളോട് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.